ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുവോ? ഞാൻ റീലൊക്കെ ഇട്ടിട്ട് വിജയ് സേതുപതി നയൻതാരക്ക് ഞാൻ ഇരിക്ക് ഉനക്കാകെന്ന് പറയുമ്പോഴാണ് കണ്ണിലൊക്കെ തുടച്ചിട്ട് ബാക്കി കാണാം. ഒരളിയിലെ മുരളി വളവിലൊരു കളരി തുടങ്ങി. അറിയിലെ മുരളി എനിക്കത് മനസ്സിലാവാൻ തന്നെ വേറെ നൂറ്റാണ്ടൊക്കെ എടുക്കും. ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ഞാൻ അതെന്ന് പറഞ്ഞു നോക്കട്ടെ. അറയിലും മുരളിയിലൊരു ദൈവമേ ഇതിടല്ലോ കേട്ടോ. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. എന്റെ തമിഴ് കുറച്ച് പ്രശ്ന. എനിക്കിങ്ങനെ കറക്റ്റ് തമിഴ് പറയും. ഇപ്പൊ കൊറേ അറിയാം. അയ്യോ അതെന്തിനാ അങ്ങോട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഷോ കണ്ടിട്ടേ ഇല്ല, ഞാൻ കാണണമെന്ന് വെച്ചപ്പോൾ കണ്ടിട്ടേ ഇല്ലെങ്കിൽ കാണണ്ടെന്നും പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും പ്രണയമുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് പറയും, ഞാൻ ഇങ്ങനെ ഒരാളാണ്, എൻ്റെ ലാംഗ്വേജ് കറക്റ്റ് അല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ ഇവർ വിളിച്ചത്. അതേ സമയത്ത് എനിക്കൊരു സിനിമ ഇല്ലാണ്ട് ആർക്കും മൈൻഡ് ഇല്ലാത്ത സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല. ഇങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്നുള്ള മൊത്തത്തിലൊരു പാട്ട് റീല് വരുന്നു, പാട്ട് വരുന്നു, എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും എനിക്ക് കമന്റ് വരുന്ന ഒറ്റ കൊടുക്കാനാണ് തോന്നുന്ന ആൾക്കാരുടെ. ചേമ്പ് കാമ്പ് കാമ്പ് കൂമ്പ്, ചേനയിലെ ചേമ്പു കാമ്പു കൂമ്പ് കായയും കൂടി തേങ്ങ ഞാൻ പറയില്ല. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ്, ഹലോ, നമസ്കാരം. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു കുട്ടി തമിഴിലേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ ഞങ്ങൾ കയ്യോടെ പിടിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ശാലിൻ സോയ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ട്. എന്താ മലയാളികളെ മറന്നോ? എന്താ മലയാളത്തിൽ വരാത്തെ? മലയാളത്തിൽ വിളിക്കുന്നില്ല. മറന്നിട്ടൊന്നുമില്ല, എന്നെ എല്ലാരും മറന്നു. അപ്പൊ പിന്നെ ഞാൻ അതിനെ അംഗീകരിച്ചു. എന്നാൽ തമിഴില് ഇതേപോലെ ഒരാള് അവിടെ മറവി എന്ന് പറഞ്ഞ സാധനമല്ല, എല്ലാവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കുന്നത്. അതെങ്ങനെ സാധിക്കുന്നു? അതാണ് നമ്മള് ഒരു ചില സ്ഥലത്ത് അവഗണിക്കപ്പെടുമ്പോൾ വേറൊരു സ്ഥലത്ത് പരിഗണിക്കുന്നു പറയുന്നില്ല. അതിന്റെ ലിവിങ് പ്രൂഫാണ് ഞാൻ തോന്നുന്നു. ഇവിടെ ആർക്കും വേണ്ടെന്നെ, അതായത് ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തൊരു ഐറ്റാണ്. പക്ഷെ അവിടെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. അത് ആളുകളുടെ ഇടയിൽ നിന്നാണെങ്കിലും ശരി, ഫിലിം പേഴ്സണാലിറ്റീസിനാണെങ്കിലും ശരി, പ്രൊഫഷണൽസിനാണെങ്കിലും ശരി, നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഐ ആം ലൈക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് അല്ല. അത് ദൈവത്തിന്റെ ഒരു സംഭവമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന നമ്മൾ ജെന്യുവൻ ആയിട്ടൊരു കാര്യത്തിനോട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും എങ്ങനെങ്കിലും എവിടെയെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് പോലെ ഉണ്ടായ ഒരു മിറാക്കിളായിരുന്നു. കാരണം ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് തമിഴ്. അതിലേക്ക് സെലക്ട് ആയത് ഒരു തമിഴ് ഷോയിലേക്ക് ഒരു മലയാളി വന്നിട്ടുള്ളൂ, പക്ഷെ ഇത്രയും വൈറലായിട്ടൊരു സാധനം വന്നിട്ടില്ല. എങ്ങനെ ആ ഷോയിലേക്ക് വരുന്നത്? എങ്ങനെ? ഓക്കെ, ആ ഷോയിലേക്ക് ആക്ച്വലി അവർ എനിക്ക് ഒരു മുൻപത്തെ സീസണിൽ സീസൺ 1 ആണോ 2 ആണോ ഓർമ്മയില്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് തമിഴൊരു പടം ചെയ്തിട്ടുണ്ട്, രാജമന്ത്രി പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ആ ടൈമിലാണ് വിളിച്ചത്. പക്ഷെ എനിക്ക് വലിയ ധാരണയില്ല അതിനെ പറ്റിയിട്ട്, എന്ത് പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിട്ടു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കണ്ണകി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അഭിനയിച്ചു. അതിൻ്റെ ഇൻ്റർവ്യൂസ്, അതിൻ്റെ കുറേ, എൻ്റെ തമിഴ് കുറച്ച് പ്രശ്നമാണ്. എനിക്കിങ്ങനെ കറക്റ്റ് തമിഴ് പറയും. ഇപ്പോൾ കുറേ അറിയാം, പക്ഷെ അത് തീരെ അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു ദിവസം ഒരുപാട് ഇൻ്റർവ്യൂ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഇൻ്റർവ്യൂസും ഓൾമോസ്റ്റ് ഭയങ്കര വൈറൽ രീതിയിലൊക്കെ പോയി. അപ്പോൾ ഇതിൽ പോയതിൻ്റെ പ്രത്യേക കാരണം എൻ്റെ തമിഴ് ആണ്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇല്ലയെന്നാണ് പറഞ്ഞത്. എനിക്കിതൊന്നും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റാത്ത പരിപാടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല എന്ന് പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് അവർ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്നെ എടുത്തു. അതേ സമയത്ത് സൺ ടി വിയിലും ഇതേ ഒരു സിമിലർ പ്രോഗ്രാമിനെ വിളിച്ചു. അപ്പം എനിക്കായിരുന്നു ഒരു ചോയ്സ് എടുക്കേണ്ടത്, ഇതിൽ പോകണോ അതിൽ പോകണോ, പോയാൽ എന്താ. എന്നിട്ട് ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു അവർക്കാണ് ക്രെഡിറ്റ്. അവരാണ് ഞാനിത് എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ശരി എന്നാൽ പിന്നെ നോക്കട്ടെ, ഒരു മനുഷ്യന് ഇത് കാണില്ല, ചുമ്മാ നമ്മൾ കുറച്ച് അതിൻ്റെ ഒരു പൈസ കുറച്ചായിട്ട് സേവ് ചെയ്ത് കുറച്ച് മറ്റേ ബാങ്കിലിടാം എന്നുള്ള രീതിയിലാണ് ഞാനത് ആരും കാണാൻ പോകില്ല. കാരണം ഇത്രയും സിനിമ ചെയ്തിട്ടും ഇത് ചെയ്തിട്ട് ആരും അങ്ങനെ. അപ്പോൾ ഈ ഒരു
പ്രോഗ്രാം ചെയ്തിട്ട് ഇപ്പം എന്തുണ്ടാവാനാണ് എനിക്ക് അതിൻ്റെ ഒരു പ്രാധാന്യമോ അതെന്ത് സെൻസേഷണൽ ഷോ ആണെന്നോ ഇത്രയും പരിപാടി വലിയ പരിപാടി ഒന്നും അറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഷോ കണ്ടിട്ടേ ഇല്ല, ഞാൻ കാണണമെന്ന് വെച്ചപ്പോൾ കണ്ടിട്ടേ ഇല്ലെങ്കിൽ കാണണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അത്രയും ബ്ലാങ്ക് ആയിട്ടാണ് പോയത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു രസം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഒറിജിനാലിറ്റി, ഒരു നാച്ചുറലി വന്ന കണ്ടന്റുകൾ. എനിക്കൊന്ന് പിന്നീട് അതേ പാറ്റേൺ പിടിച്ച് കുറെ ആൾക്കാർ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് കുക്ക് വിത്ത് കോമാളി പരിപാടിയുടെ പേര്. അത് നമ്മൾ കുക്ക് ചെയ്യുന്നു, ഒരു സെലിബ്രിറ്റി ആൾക്കാർ വരും, അവർ കുക്ക് ചെയ്യുന്നു. കോമാളി പറഞ്ഞിട്ട് ഒരാളുണ്ടാവും, അവരാണ് അതിന്റെ ആക്ച്വലി ഷോസ്റ്റീല് കൂടെ നിൽക്കുന്ന ആള്. അവർ ഫൺ ചെയ്യും, അവർ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ മണ്ടത്തരമൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഞാൻ തന്നെയായിരുന്നു എല്ലാം മണ്ടത്തരവും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നെ സെലക്ട് ആകുമ്പോൾ അവർക്കാണ് ടെൻഷൻ. സാധാരണ നേരെ തിരിച്ചുണ്ടാവുക, കുക്കാണ് പേടിക്കുക, ഇന്ന ആളാണ് വരുന്നത് എന്ന് പറഞ്ഞ ടെൻഷനാവും. എൻ്റെ കേസിൽ ഇവര് ടെൻഷനാ. ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകണമെങ്കിൽ അവർ പറയും അത് ഉണ്ടാക്കണ്ട, ഞങ്ങൾ പറഞ്ഞുതരാം വേറെ സാധനം എന്നൊക്കെ. ഞാൻ ഫിനാലയ്ക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ സമയത്ത് പുകഴ് ഖുറേഷി എന്ന് പറഞ്ഞിട്ട് 2 പേരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ വേറൊരു ആഡ് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ഞങ്ങളുടെ 3 പേരെ ഫ്ലൈറ്റിൽ ഇവർ ഇപ്പുറത്ത് പുകഴ് ഇപ്പുറത്ത് ഖുറേഷി. നാളെ ഫിനാലെ ഷൂട്ടാണ്. ഞാൻ ഇതുവരെ എന്താ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു ധാരണ എത്തിയിട്ടില്ല. ഇവിടെ ഇവരിരുന്നിട്ട് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർ ഷെഫിനെയൊക്കെ പേഴ്സണലി ഹയർ ചെയ്ത് ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവരിവിടുന്ന് യൂട്യൂബിൽ ഇങ്ങോട്ട് ഇത് ചെയ്യുന്നത് ഞാൻ ഉറക്കത്തിലിരിക്കാം ഇതല്ല അങ്ങനെ. കാരണം കൂടെ ഉള്ളവർക്കായിരുന്നു ടെൻഷൻ. അത്രയും ഹോണസ്റ്റ് ആയിട്ടും അത്രയും മറ്റേ ഫൺ അങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്ത്. അതുകൊണ്ടാണ് കാണുന്ന ആൾക്കാർക്ക് അത് കാണുമ്പം ഇത് കൊള്ളാലോ. പിന്നെ നമ്മളത് ഫേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇടയ്ക്ക് നമ്മുടെ ശിവാംഗി മലയാളി കുട്ടിയാണ്, നമ്മുടെ ബിന്നി ചേച്ചിയുടെ മോളാണ്. പക്ഷെ ശിവാംഗിയുടെ മലയാളമാണ് നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ഇത്രയും എൻജോയ് ചെയ്യണേ. പിന്നീട് അവിടെ ഞാൻ നോക്കുമ്പോ ശാലിനെയും ശിവാംഗിനെ ഇങ്ങനെ കമ്പയർ കണ്ടിരുന്നോ? ഞാൻ കണ്ടു. എനിക്ക് ആക്ച്വലി ആദ്യം ഞാൻ കുക്ക് വിത്ത് കോമാളി കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ കുട്ടീനെ എനിക്ക് അറിയില്ല. ഈ കുട്ടി എന്തോരം വലിയ സംഭവമാണ് അവിടെ എന്നുള്ളത് എനിക്കറിയില്ല. പ്രോഗ്രാം വന്നതിന് ശേഷം ആളുകൾ പറയുമ്പോൾ ഈ കമ്പാരിസൺ വന്നപ്പോഴാണ് ഞാനിത് എന്താ സംഭവം എന്നൊക്കെ അന്വേഷിച്ച് വീഡിയോസ് കണ്ടപ്പോൾ ഇതേപോലെ മലയാളിയാണ് ആള്, പകുതി മലയാളി. ആ സ്ലാങ്ങിനാണ്. പക്ഷെ ഞാൻ അതിനെ കോപ്പിടിച്ച് ചെയ്യണതല്ല, എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ 2 പേരുടെയും മലയാളം വേറെയാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ബിനീഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് എയർപോർട്ടിൽ വെച്ചിട്ട്, ചെന്നൈ എയർപോർട്ടിൽ സംസാരിച്ചു. അപ്പം അറിയാം അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല എനിക്ക്. പക്ഷെ ആ കുട്ടി കോമാളിയായിട്ട് വന്നിട്ട് പിന്നെ കുക്കാവ് അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് വർഷങ്ങളോളം ആ പരിപാടി ചെയ്തിട്ട് അതിനൊരു തരംഗമാക്കിയിട്ടുള്ള ആളാണ്. എനിക്കിതിനെപ്പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല. എനിക്കങ്ങനെ വരുമില്ല. നമ്മൾ രാവിലെ തൊട്ട് ഷൂട്ട് തുടങ്ങിയ പിറ്റേ ദിവസം ഒരു ഉച്ച വരെ പോകും. നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. എനിക്കത് ഈ അഭിനയിക്കുന്നതിനെല്ലാം ഇടുമെന്നൊന്നും നമുക്ക് അറിയില്ല. ഞാൻ അങ്ങനെ എപ്പിസോഡ് അങ്ങനെ കണ്ടിട്ടില്ല. റീലാ കാണുന്നത് അധികം. റീല് വന്നിട്ട് കണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് പറയുന്നത് കേൾക്കുമ്പോ ഞാൻ അടിപൊളി. അവിടുത്തെ ആളുകളുടെ ഒരു എങ്ങനെയാണ് ഒരു അവരൊക്കെ ഈ ആളുകളോടൊക്കെ സെലിബ്രിറ്റീസിനോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഭയങ്കര ആരാധനയുള്ള ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം സാധാരണ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അയ്യോ എന്താ ഞാൻ പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്നോടുള്ളൊരു സംഭവം കാണുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് സന്തോഷമാവും. സത്യമായിട്ടും പറയാം, ഞാൻ എൻ്റെ ലോവസ്റ്റ് മൊമെന്റിൽ അവിടെ താമസിക്കുമ്പോൾ അവിടെ ജസ്റ്റ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം ബൈക്കിൽ പോണ ഫാമിലി എന്നെ കണ്ട് യൂട്ടറിനടിച്ച് വരുന്നു, വന്ന് സംസാരിക്കുന്ന എന്നെ എത്ര ഇഷ്ടമാണെന്ന് അവരെന്നോട് പറയുന്നത്. അപ്പം എനിക്ക് ഒരു സന്തോഷം. ലൈക്ക് അവിടെ സോയ എന്നാണ് ഞാൻ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നത്. എന്താ ശാലിൻ സോയ. അപ്പം ശാലിന് എന്തായാലും അവർ കിട്ടുന്നില്ല പറയാൻ. അങ്ങനെ ശാലിനി എന്ന് പറയും, അല്ലെങ്കിൽ അത് ജന്മം ചെയ്ത ശാലിൻ കിട്ടൂല. അപ്പൊ സോയ എന്ന് പറയും, അല്ലെങ്കിൽ ജോയ എന്ന് പറയും. അപ്പൊ സോയയാണ് ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഖുറേഷി ഉണ്ടായിരുന്നു തോന്നുന്നു കൂടെ. അപ്പം ഓട്ടിസം ഉള്ളൊരു കുട്ടി വരെ സോയ എന്ന് പറഞ്ഞിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്ത് വന്ന് കെട്ടിപ്പിടിച്ചു. സോ ഇങ്ങനെയൊക്കെ മനസ്സിൽ പേര് വന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് അറിയില്ല. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഇത്രയൊക്കെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇത്രയൊക്കെ അംഗീകാരം കിട്ടുമ്പോൾ സ്വന്തം ലാംഗ്വേജിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നില്ല. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം സ്വന്തം നാട്ടിലൊരു വില കിട്ടാൻ, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പടമെങ്കിലും കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ചിന്തിക്കാതെ നന്നായിട്ട് ഇതിട്ട് എനിക്ക് എൻ്റെ അമ്മയാണ് കൂടുതൽ ചിന്തിക്കുക. അത് പറയും മലയാളത്തൊന്നും ആരും ഒന്നും വിളിക്കുന്നില്ലല്ലോ, മൈൻഡ് ചെയ്യുന്ന പോലെ ഇല്ലല്ലോ. ഞാൻ പറയും എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ ഒരു ബാഡ് ട്രിപ്പ് അടിച്ചിട്ട് വിഷമിക്കാന്നല്ലാണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗവും സമയവും ഞാൻ മലയാളത്തിൽ ഇങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് സീരിയലുകളൊക്കെ ചെയ്ത്
ഇവിടെ തന്നെ മറ്റേ ആങ്കറിങ് ചെയ്ത് ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഓക്കെ, ഈ കുട്ടി അവിടെ പോയിട്ട് ഇതൊരു വർഷം നടന്ന കാര്യമാണ്. തമിഴിൽ പോയി പ്രോഗ്രാം ചെയ്യുന്നു. 1 ഇയറിലാണ് ഇത്രയും സംഭവം നടക്കുന്നത്. ഇത്രയും പേര് അവിടെ ഉണ്ടായിട്ട് പോലും എന്നാ പിന്നെ ഒരു മാഗസിന്റെ കവർ പേജ് ആയിട്ട് വിളിക്കോ? അതുപോലെ വിളിച്ചിട്ടില്ല. എനിക്ക് വിളിച്ചിരുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയല്ലോ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കറിയില്ല, ചിലപ്പോൾ ഇൻഫ്ലുവൻസിന്റെ ആണോ അതോ നമ്മൾ ഒരാളോട് നിൽക്കുന്ന രീതി കൊണ്ടാണോ എന്താന്നറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ബാഡ് ഉണ്ടായിട്ടുണ്ടോ മലയാളത്തിൽ നിന്ന് എന്നെ പറ്റേ ഇതാണെന്ന് തോന്നുന്നു, മറ്റേ വിസ്മയത്തുമുതൽ നയൻതാരയിലെ കാണുന്നില്ല മിഴികൾക്ക് അതേപോലെ എനിക്ക് ബാഡ് അടിക്കാനും കാണണ്ടേ, കണ്ടാലല്ലേ ബാഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സംഭവം. പക്ഷെ ഭയങ്കര ആരാധനയാണ് തമിഴ് ആൾക്കാർക്ക്. ഒരു അവസരം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ മലയാളത്തിൽ ആരോടെങ്കിലും? ഇല്ല, ചോദിച്ചിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, നീ അവസരം ചോദിക്കാത്തതുകൊണ്ടാണ് നിനക്ക് കിട്ടാത്തത്. ഞാൻ പറഞ്ഞല്ല, അങ്ങനെയൊന്നുമല്ല, അത് വേണമെന്നേ ചെയ്യാത്തതാണ്. അതായത് ചിലപ്പം ഈ കുട്ടി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് പരിഗണിക്കാത്തതാണോ, അല്ലെങ്കിൽ കുട്ടി ഫെമിലിയർ ഫേസ് ആയതുകൊണ്ട് പരിഗണിക്കാത്തതാണോ, അല്ലെങ്കിൽ കുട്ടി എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പരിഗണിക്കാത്തതാണോ അറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു ഡയറക്ടറുടെ അടുത്ത് ചെറിയ കുട്ടിയായപ്പം എനിക്ക് ഒരാൾ ഡയർ വെച്ചു, നീ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കണം എനിക്ക് അവസരം എന്നെ വിളിക്കണേ എന്ന് പറയണമെന്ന് ഡയർ, അതായത് സീരിയസ് ഡയർ തന്നതാണ് ഒരു ഡയറക്ടറിനെ പറയാം. അപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, വൺ ഓഫ് മൈ ഫ്രണ്ട്, നോട്ട് ഈ അടുത്തല്ല, ഒരുപാട് മുമ്പ്, ചെറിയ കുട്ടിയാ. ഞാൻ പറഞ്ഞു, അതെ, ഇഫ് യു തിങ്ക് ഐ എം ആപ്റ്റ് ഫോർ എനി ഓഫ് യുവർ റോൾ പ്ലീസ് ടു കൺസിഡർ മീ. അപ്പൊ ചിരിച്ചിട്ട് കളിയാക്കി എന്നെ, ആക്കി കളഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അതോടുകൂടി ഞാൻ ഈ കലാപരിപാടി വെച്ചാൽ ശരി നോക്കാം, ആയിക്കോട്ടേന്ന്, നോക്കാം എന്നല്ല ആയിക്കോട്ടേന്ന്. അപ്പം ഒരു വിഷമായി എനിക്ക്. അപ്പൊ ഞാൻ വെച്ചു വേണ്ട, ഇനി നമ്മളത് ചെയ്യണ്ട, ഇനി നമ്മൾ ആരോടും ഇത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായി എനിക്ക്. ഞാനങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ആരുടെ എൻ്റെ അടുത്ത് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഞാൻ പരിഗണിക്കും. ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒക്കെ പ്രിയപ്പെട്ട ആള് ഇടിവേള ബാബു, പുള്ളിയായിട്ട് ഒരു വിവാദം, എന്താ സംഭവം അത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്നുള്ള മൊത്തത്തിലൊരു പാട്ട് റീല് വരുന്നു, പാട്ട് വരുന്നു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ ധമാക്ക എന്ന് പറഞ്ഞൊരു സിനിമ അഭിനയിക്കുമ്പോൾ ആ പാട്ട് ആ സമയത്ത് അന്ന് ടിക്ടോക്ക് അല്ല, മ്യൂസിക്കലി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. മ്യൂസിക്കലി അതെ. അപ്പം അതിലിങ്ങനെ വീഡിയോ എടുക്കുക, അത് ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ ഭയങ്കര അന്ന് പ്രായം കൊണ്ട് ചെറുതാ. എനിക്ക് തോന്നുന്നു ആ പടത്തിനകത്തും ഈ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞ പാട്ട് അവിടെ ഇങ്ങനെ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആര് നേഹയുടെ എന്തോ എൻട്രിക്കോ എന്തോ. അപ്പം ഞാൻ നമുക്ക് എപ്പോഴും മ്യൂസിക്കൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ആ പടത്തിലില്ല, നമ്മൾ കാരവാനിൽ വെയിറ്റ് ചെയ്യാണ്. ഞാനുണ്ട്, ബാബുചേട്ടനുണ്ട്, മമ്മിയുണ്ട്, ആരൊക്കെയാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ബാബുചേട്ടാ, ഞാൻ ബാബുചേട്ടാ എന്ന് പറയുമ്പോൾ ഒന്ന് എൻട്രി കൊടുക്കാമോ? പിന്നെന്താ പുള്ളി വെറുതെ വന്നതാ, ഒരു കാര്യമില്ലാതെ. അപ്പൊ വീഡിയോ എടുത്തു, മഞ്ഞ മഞ്ഞ ബൾബുകൾ ചേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ തമാശക്കായിരുന്നു. നമ്മളവിടെ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ഇതിങ്ങനെയാണെങ്കിൽ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോ ചിലപ്പം ഫണ്ട് റീൽ എടുക്കില്ല, ഇതൊക്കെ പിന്നെയാണ് പ്രശ്നമാവണം നമ്മൾ ചിന്തിക്കില്ല. ഇത് കഴിഞ്ഞ് അന്ന് ആ പാട്ടും ആ വീഡിയോ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര കോമഡി ഒക്കെ ആൾക്കാർ പറയുന്നത്. അത് എവിടേക്കോ ഞാൻ കണ്ടു, എൻ്റെ ഒരു അത്യം വ്യൂസ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, ഒരു ദിവസം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ സാധനം ഇങ്ങനെ ഉൾട്ടമറിയാണ്. എനിക്കത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. ഞാൻ അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് സമയം ഒരു ഫ്രണ്ട്സിൻ്റെ നടുക്കായിരുന്നു. ഞാനിങ്ങനെ വിറയ്ക്കുമായിരുന്നു, എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഞാൻ എന്തോരം ആ സംഭവം. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു പാനിക് ആവുന്നു. ഇപ്പോഴും എനിക്ക് കമൻറ്റ് വരുന്നതാണ് ഒറ്റവണ്ണം കൊടുക്കാനാണ് തോന്നുന്നത് ആൾക്കാരുടെ അടുത്ത്. കാരണം ഇത് മഞ്ഞ ബൾബുകൾ പിന്നെ എന്തേ പറയുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ നമ്മുടെ എന്തൊക്കെയോ വിഷയം എന്താ പറയാ, ഹേമ റിപ്പോർട്ട് വന്ന ഒരു ടൈമായിരുന്നു. ഈ ഹേമ റിപ്പോർട്ട് വന്ന ടൈമിൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നു. ശരി, പേര് വരുമ്പം എന്തോ ഒരു ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ള ആളാണ് ഇങ്ങനൊരു വീഡിയോ തപ്പിക്കൊടുത്ത് ഈ ടൈമിൽ മറുപടിയും അത് റീപോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു അത് ചെയ്ത ആള് ഫസ്റ്റ് ഒരാൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ, പിന്നെ അത് മറ്റേ കയറി പോവാ. ഇങ്ങനെ ചിന്തിച്ച ഒരു മനുഷ്യന്റെ മനസ്സൊന്നും ആലോചിക്കുക, എന്ത് ക്രൂക്കഡാണ് അയാള്. അപ്പൊ ഇയാള് ചിന്തിക്കുന്നില്ല, ഞാൻ വെറുതെ ഇരിക്കുന്ന എന്നെ ഈ പറയുന്ന ഒരാള് മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യാ. എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിനാ അത് ചെയ്തെന്നുള്ളത്. കാരണം ഇത് നിങ്ങൾ ഒരു സമയത്ത് കൊട്ടിഘോഷ കാര്യമാണ്. അതായത് കൊട്ടിഘോഷിക്ക് റീലൊക്കെ ചെയ്ത് മറ്റേ കോമഡി ഒക്കെ പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യം ഇത്രയും കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് എല്ലാവരും അങ്ങ് അടിച്ചാക്ഷേപിക്കുകയാണോ, അല്ലെങ്കിൽ പോട്ടെ ഈ പുള്ളി എനിക്ക് എല്ലാത്തിനെയും കൂടെ തല്ലിക്കൊല്ലാനാണ് തോന്നുന്നത് ആ സമയത്ത്. ഐ എം ജസ്റ്റ് ബീയിങ് ഓണസ്റ്റ്.
ഇപ്പോഴും വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അതിനുശേഷം ഇപ്പം ബോയ് ഫ്രണ്ടിനെ വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. നിങ്ങൾ ശരിക്കും ഡേറ്റിംഗിലാ? അല്ല, എനിക്ക് എന്താന്ന് പറയാ, ഞാനൊരു എന്താ പറയാ കുപ്പിത്ത് കൊമാളി ചെയ്യുന്നു, ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു ഇമ്പാക്ട് അതിലുണ്ടാവണോ, അല്ലെങ്കിൽ പോട്ടെ ഞാനൊരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്നു, അതിന് ഇങ്ങനെയൊക്കെ റിവ്യൂസ് ഉണ്ടാവണം, വിജയ് സേതുപതി എന്നെ പറ്റി ഇതിനെ പറ്റൊന്നും ഇവർക്ക് മറ്റേ ഡെക്കറേഷൻ ഒക്കെ ഇട്ടിട്ട് ഇടാനില്ല. കാമുകന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്റെ കാമുകനാന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു, ഞാനല്ല. അതായത് ഹീസ് ലൈക്ക് മൈ വെരി ഗുഡ് ഫ്രണ്ട്. ഓക്കെ, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ്, കാരണം എനിക്ക് വയ്യ. ഈ പറയുന്ന ഈ വ്ളോഗിൽ വരുമ്പോഴത്തേനും ഇത് ആളുകൾ എന്താ പറയുക, ഞാനിത് പറഞ്ഞത് എവിടെ എത്തത്തില്ല. ഈ പയ്യനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഒരു അമ്മയും ചേച്ചിയും ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലുണ്ട്. ഇവനുമായിട്ട് ഞാൻ ഇച്ചിരി വിഷയത്തിലാണ്, കാരണം ആ പയ്യനും കുറച്ച് ഭയങ്കര ഇമ്മച്ചുവേർഡാണ്. ഇങ്ങനത്തെ രീതി ഹാൻഡിൽ ചെയ്യേണ്ട പരിപാടി അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ചുമ്മാ നീ അത് തമാശക്കാ ചെയ്യണം, ചുമ്മാ ഫണ്ണല്ല. അങ്ങനെ നമ്മൾ പറഞ്ഞത് വലിയ വിഷയത്തിലേക്ക് പോകും. ഫണ്ണല്ലേ പറഞ്ഞിട്ട് ചുമ്മാ റീലൊക്കെ എടുത്തിടും. അപ്പൊ ഞാൻ ഫണ്ണ്, പക്ഷെ അത്ര ഫണ്ണല്ല. അതെനിക്ക് മനസ്സിലായത് ഇവിടെ ഉള്ള ആളുകൾ എൻ്റെ ഒരു സക്സസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെപ്പറ്റി ഒന്നും പറയാണ്ട് എന്താ പറയുക, നീ എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് എന്തെങ്കിലും പ്രണയമുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് പറയും. അല്ലാണ്ട് ഞാൻ മറ്റേ സോഫ്റ്റ് ലോഞ്ച് ഒന്നും കൊടുക്കില്ല. എനിക്ക് ഇതുണ്ട് കേട്ടോ, ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒന്നും ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് ക്ലിയർ കട്ട് പിക്ചർ എൻ്റെ പ്രൊഫൈലോ അല്ലെങ്കിൽ വേറെ ഞാൻ തരും. ഞാൻ അങ്ങനെ എവിടെയും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത് ഇത് എൻ്റെ ബോയ് ഫ്രണ്ടാന്ന്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ കുപ്പിത്ത് കൊമാളി കണ്ടപ്പോ തന്നെ അതിനകത്ത് ഖുറേഷി എന്നുള്ള പയ്യനായിട്ട് ഞാൻ ഈ പറയുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് വെച്ച് ഫാൻ ബേസും ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു തമിഴിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ പരിപാടി എന്താ, ഈ കുട്ടിയുടെ ഒരു നേച്ചറാണ്. ഒരുപാട് കംഫർട്ട് ആയി കഴിഞ്ഞാൽ ദേ വിൽ ബി ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഹഗ്ഗിങ് ഉണ്ടാവും, ആ ഇഷ്ടം പറഞ്ഞു. ഞാൻ ഐ ലവ് മറ്റേ ഖുറേഷി എന്ന് പറഞ്ഞു, അപ്പൊ അത് ഭയങ്കര ഇതായിട്ട് അങ്ങ് പോയി. പക്ഷെ പിന്നെ തമിഴുള്ള ആൾക്കാർക്ക് അതങ്ങ് ഡൈജസ്റ്റ് ആയി. പക്ഷെ എനിക്കും ഈ പറഞ്ഞ പോലെ ഇതിനൊന്നും പ്രതികരിക്കണ്ട, ഇതിനൊന്നും പോയി സംസാരിക്കണ്ട ആവശ്യമില്ല, അനാവശ്യമാണ്. പിന്നെ ഞാനും ചെയ്യേണ്ട കാര്യം ഇനി ഇങ്ങനത്തെ വ്ളോഗ് കാര്യങ്ങൾ, കാരണം എല്ലാവരും അത്രയൊന്നും നല്ലവരല്ല. അതുകൊണ്ട് നിങ്ങൾ നല്ലവരായിരിക്കും, അത് നിങ്ങൾ അറിഞ്ഞിട്ട് മൂടിയിട്ട് നോക്കാറുണ്ട്. അപ്പടി പറഞ്ഞ മാതിരി ഇത് വേണ്ട. അതുകൊണ്ട് ഞാനും കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിൽക്കണം, അല്ലാണ്ട് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ. അതേപോലെ തന്നെ ഈ തമിഴ് എന്തായാലും മലയാളിയാണ്, അങ്ങനെ ഒരു ഷോ കിട്ടും, നമ്മൾ അത് ചെയ്യുന്നു. അപ്പോൾ ഈ തമിഴിൽ നിന്ന് കുറേ പ്രോപ്പറായിട്ട് തമിഴ് സംസാരിക്കുന്നില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കോൺട്രവേഴ്സീസ് വരുന്നുണ്ട്. അപ്പം ശരിക്കും അതൊക്കെ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്, ഞാൻ മലയാളം അല്ലാതെ കഷ്ടപ്പെട്ട് മലയാളം പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണോ, അപ്പോൾ ഇവരെന്താണ് ഈ നെഗറ്റീവ് മാത്രം എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ അതായത് കുപ്പിത്ത് കൊമാളിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലും സെക്കൻഡ് എപ്പിസോഡിലും അതിപ്പോഴും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണെങ്കിലും ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ മര്യാദ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമുക്ക് അവരുടെ ഒരു സ്ലാങ്ങിൻ്റെ ഒരു പരിപാടി പെട്ടെന്ന് കിട്ടില്ല. അതായത് ഇങ്കാ പറയണം, ഒരു ഇങ്കാ പറയുന്നതാണ് ഒരു റെസ്പെക്റ്റിൻ്റെ ഫോം. പക്ഷെ നമ്മൾ ഈ മറ്റേ ഈ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്കാ പച്ച ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഞാനിങ്ങനെ ഒരാളാണ്, എൻ്റെ ലാംഗ്വേജ് കറക്റ്റ് അല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടല്ലേ ഇവർ വിളിച്ചത് അല്ലേ. അപ്പം പിന്നെ ഞാൻ ആ പ്രഷറിൽ എനിക്ക് അങ്ങനെ ഫേക്കായിട്ട് ചെയ്യാറില്ല. ഞാൻ അതിൽ സീനിയർ ഷെഫിന് എന്താണ് അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചതായിരുന്നു ഒരു വിഷയം. പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, എനിക്ക് തണ്ണി വേണമെന്ന് പറഞ്ഞു. അതായത് ആ പുള്ളി ഒരു ഓൾറെഡി 10 ഇത്രയും രാത്രി എങ്ങാനും ഷൂട്ട് എടുക്കുന്നത്, പുള്ളി ഇത്രയും പ്രായമായിട്ടുള്ള മനുഷ്യനെ പുള്ളി ഇങ്ങനെ എന്തോ എടുത്ത് എറിഞ്ഞത് പുള്ളിയുടെ കിളി പോയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഡു യു നീഡ് സം വാട്ടർ എന്നാണ് ചോദിച്ചത്. ഇവരൊക്കെ അവിടെ ഇംഗ്ലീഷ് ചോദിക്കാനേ പാടില്ല, മലയാളത്തിലും ചോദിക്കാൻ പാടില്ല. അപ്പൊ തണ്ണി വേണമെന്ന് ചോദിച്ചു. അതായിരുന്നു. പിന്നെ മറ്റേ വാർത്താ ചാനലിലൊക്കെ ഇത് കൊടുക്കുന്ന പോലെ. പക്ഷെ പുള്ളിയോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പൊ ആൾക്കാർ പറയുന്നു ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും സോയനെ പോലെ ചെയ്യാന്ന് പറയും. കാരണം സോയ അങ്ങനെയാണെന്നുള്ളത് ആൾക്കാർക്ക് കിട്ടി. ഞാൻ അങ്ങനെയാണ്, എൻ്റെ പരിപാടി ഇതാണെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് അക്സെപ്റ്റഡ് ഇറ്റ്. പക്ഷെ അത് ആയി വരാൻ കുറച്ച് സമയം എടുത്തു. ആദ്യത്തെ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓണം വൈബിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓണത്തിനെ പറ്റി ഒന്നും ചോദിക്കാത്തതുകൊണ്ട് നമ്മളൊരു ഗെയിംസിലൂടെ അതിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പം തമിഴ് പോയതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു മലയാളം മറന്നുപോയിന്ന്. അങ്ങനെയുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം, ഞാൻ കുറച്ച് ടങ്ക് സ്റ്റേഴ്സ് തരാം, അത് സ്പീഡിൽ പറയാം.
ശ്രമിക്കുമല്ലോ അല്ലേ? ശ്രമിക്കാം. ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ഞാൻ ആരെന്ന് പറഞ്ഞു നോക്കട്ടെ. ഒന്ന് ശരിയാവട്ടെ. ഒന്ന്. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി കളരിയിലൊരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. അങ്ങനെ 5 തവണ പറ. എത്ര വർഷം? 5. ഒരളിയിലെ മുരളി കളവിലൊരു ഒരളിയിലെ മുരളി അങ്ങനെയില്ല, ഒന്നും പറയാം. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി ദൈവമേ ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. ഓ മൈ ഗോഡ്. ഒരളിയിലെ മുരളി വളവിൽ ഒരു കളരി തുടങ്ങി. അടിപൊളി. പക്ഷെ ഇങ്ങനെയല്ല, അടുത്തത്. അറയിലെ മുറിയിലെ ഉരുളിയിൽ ഒരു ഉരുക്കിയ നെയ്. ഉരുക്കിയ നെയ്യോ? അറയിലെ മുറിയിൽ ഒരു ഉരുളിയിൽ ഒരു ഉരുക്കിയ നെയ്. അറയിലെ മുരളി എനിക്കത് മനസ്സിലാവാൻ തന്നെ വേറെ നൂറ്റാണ്ടൊക്കെ എടുക്കും. അറയിലെ മുറിയിൽ ഒരു ഉരുളിയിൽ ഒരു ഉരുക്കിയ നെയ്. ഉരുളി വിട്ടൊരു പരിപാടി ഇല്ല. അറയിലെ ഉരുളിയിലെ മുരളി ഉരുക്കിയ നെയ്. അറയിലെ ഉരുളിയിൽ ഒരു ഇതിടല്ലോ കേട്ടോ. അറയിലെ ഉരുളിയിൽ ഒരു ഉരുക്കിയ നെയ്. അറയിലെ മുറിയിൽ 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 ഒരു ഉരുക്കിയ നെയ്. അത്രേ ഉള്ളൂ. അടുത്തത്. ചേനയും ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ചാൽ ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ നല്ലത്. ഇത് ഞാൻ കാണാൻ പഠിക്കണല്ലേ? നോക്കി വായിക്കാം. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇല്ല മോളെ. ചേനയും ചേമ്പും കാമ്പും കൂമ്പും. ചേനയും ബന്ധപ്പെട്ട് ചേനയിലെ കേമ്പോ ചേനയില്ലേ ചെടി. ചേനയും ചേമ്പും കാമ്പും കൂമ്പും. ചേനയും എനിക്ക് മനസ്സിലാവുന്നില്ല. വർക്കാവില്ല തോന്നുന്നു. ചേന ചേമ്പ് കാമ്പ് കൂമ്പ്. ചേനയിലെ ചേമ്പും കാമ്പും കൂമ്പും കായും കൂടി കൂട്ടാൻ വെച്ചാൽ ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ കായോ. എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് വല്ല രസം മതി. എനിക്കിതൊന്നും വയ്യ. വേറെന്തെങ്കിലും ചോദിക്കോ? ഞാൻ ഒന്നോട് പറഞ്ഞുതരാം. ചേനയിലെ ചേമ്പും കാമ്പും കൂമ്പും കൂട്ടാൻ വെച്ചാൽ ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ നല്ലത്. ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ നല്ലത്. ചേനയും കാമ്പും കൂമ്പും ചേമ്പും വെച്ചൊരു കൂട്ടാൻ കായ വെച്ചാൽ കായും കൂടി കൂട്ടാൻ വെച്ചാൽ എനിക്കെന്തോ ഇത് ഇമ്പോസിഷൻ എഴുതുന്ന പോലെ തോന്നുന്നു. ഇത് നല്ല രസം. ഒരു റൈംസ് പോലെ പറയാൻ പറ്റും. ഇത്ര നല്ല രസമില്ല. ഞാൻ പഠിച്ചെങ്കിൽ പഠിക്കാൻ പറ്റും. ചേനയിലെ ചേമ്പും കാമ്പും കൂമ്പും കായും വെച്ചൊരു കൂട്ടാൻ വെച്ചാൽ ചേനയാണോ കാമ്പാണോ കൂമ്പാണോ നല്ലത്? ഓ, ഇത് 5 വേണ്ട, 1 മതി. ഒരു തവണ സ്പീഡ് പറയണം. ചേനയും ചേമ്പും കാമ്പും കൂപ്പും കായും ചേർന്ന് കൂട്ടാൻ വെച്ചാൽ ചേനയോ ചേമ്പോ കാമ്പോ കൂമ്പോ നല്ലത്. കറക്റ്റ്. ഇനി ഒന്നുകൂടെ പറയട്ടെ. ഇത് ഭയങ്കര ഫെമിലിയർ ആണ്, പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. കുറച്ച് പ്രശ്നമാണെന്നൊക്കെ. ഇല്ല, ഞാൻ ഇതിനകത്ത് വേറെ ഒരു ദുരുദ്ദേശം എനിക്കില്ല. ഞാൻ ആ ജാമ്യം എടുക്കാം കേട്ടോ. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ പോകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. തേങ്ങ ഞാൻ പറയില്ല. ഇത് പറഞ്ഞ നമ്മൾ ജയിച്ചു. മാവില് ഞാൻ കാല് പിടിക്കാൻ വേണ്ട എനിക്ക് വേണ്ട. ഇതൊന്നും ചോദിക്കില്ലേ. ഇച്ചിരി ആകെക്കൂടെ വല്ലപ്പോഴും കണ്ടിട്ട് മലയാളത്തിൽ വരുന്നത്. എനിക്ക് അപമാനിച്ചു വിടല്ലേ. 2 വർഷത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ബാനൊക്കെ. അപ്പം ഇതൊരു ഫണ്ണായിട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ ലൈഫിൽ എന്താണ് കൂടുതൽ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡ്രീം ആയിട്ടിരിക്കുന്ന എന്താണ് ഒരു ആഗ്രഹമുള്ളത്? ഏതാ? ശരി, ഞാൻ
25-24 ഇയേഴ്സായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. ഞാൻ പ്രസക്തനാണോ അപ്രസക്തനാണോ എന്നുള്ളതിനകത്ത് കാര്യമില്ല. ഞാനിവിടെ ഉണ്ട്, അതെനിക്കറിയാലോ. എന്നെ കാണുന്നില്ല, ഓപ്പോസിറ്റുള്ള ആളുകൾ എന്നെ അംഗീകരിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെ രണ്ടാമത്തെ വിഷയം. ഞാനിവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാവുന്നിടത്തോളം കാലം ഞാൻ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഉണ്ട്. അത് ഞാൻ ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം ട്രൈങ്. പക്ഷേ ഇറിവലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ എൻ്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് കൊട്ടിഘോഷിക്കപ്പെടുക. ഇപ്പം ഈ പറയുന്ന സോ കോൾഡ് നമ്മുടെ തമിഴ്നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരു സെൻസേഷൻ അൽഹംദുലില്ലാ ഉണ്ടാക്കാൻ പറ്റിയതും ആളുകളുടെ സ്നേഹം ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം ഞാനൊരു സ്വന്തമായിട്ടൊരു ഷോ വേറൊരു ചാനൽ ചെയ്യുന്നുണ്ട്. ഐ എം ഹോസ്റ്റിംഗ് എ ഷോ, സമയൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും എൻ്റെ തമിഴ് ഇത്രയും പ്രശ്നമാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് അവർ വീണ്ടും അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എനിക്ക് ആ പ്രോഗ്രാം തന്നത് ആങ്കറായിട്ട്. അതും നന്നായിട്ട് ഹിറ്റായിട്ട് പോകുന്നുണ്ട്. ഇറ്റ്സ് ഡൂയിങ് സോ വെൽ. പക്ഷേ എനിക്കറിയാം എൻ്റെ പരിപാടി ഇതല്ല. എനിക്ക് തോന്നുന്നില്ല ഇവിടെ അങ്ങനെ ഒരുപാട് കോമഡി ഷോസോ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം കോൾസ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. കോൾസ് വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ചില കമന്റ്സ് കണ്ടിട്ടുണ്ട്. ഈ കുട്ടി മലയാളത്തിൽ ഭയങ്കര മെച്ചൂർഡാണ്, സംസാരിക്കും, എന്താ പറയുക, തമിഴിൽ മണ്ടിയായിട്ട് അഭിനയിക്കും. പിന്നെ എനിക്ക് തലയ്ക്ക് നല്ല ഓളാണല്ലോ രാവിലെ എണീച്ചിട്ട് മണ്ടിയായിട്ട് അഭിനയിക്കാൻ. അല്ല, ഞാൻ അങ്ങനത്തെ ഒരാളാണ് എൻ്റെ റിയൽ ലൈഫിൽ. പക്ഷെ ഇവിടെ അത് എക്സ്പോസ്ഡ് ആയിട്ടില്ല. അവിടെ എക്സ്പോസ്ഡ് ആയത് അത് അങ്ങനത്തെ ഒരു ഷോ ആണ്. നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവണ ഒരു ഷോ ആണത്. അപ്പോൾ അത് പക്ഷേ ബിഗ് ബോസ് പോലത്തെ പരിപാടിക്ക് ഞാൻ പോയില്ല. എനിക്കോട് പറ്റത്തില്ല അത് സർവൈവ് ചെയ്യാൻ, അതുകൊണ്ടാണ്. പക്ഷേ അതിൽ ആളുകൾ അത് ഇഷ്ടപ്പെട്ടു, എൻ്റെ റിയൽ ക്യാരക്ടർ. ഇവിടെ ഫോട്ടോഗ്രാഫിയിലെ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ മല്ലു സിംഗിൾ അനിയത്തിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി. എങ്കിൽ അവിടെ എൻ്റെ പേരാണ് എൻ്റെ ഐഡൻറ്റിറ്റി. സോയ, ആ കുട്ടി എന്താണ് ഏതാണെന്നുള്ളതിന് എന്നെക്കാളും നന്നായിട്ട് അവർക്കറിയാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ആ കൂടെ ഞാൻ അവിടെ താമസിക്കുന്ന ഫ്ലാറ്റിലുള്ള ആൾക്കാർ, അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എങ്ങനെയാണ് സമ്മാനിപ്പ എന്ന് വെച്ചാൽ എങ്ങനെ നിങ്ങളത് മാനേജ് ചെയ്യും, ഫുഡ് എന്ത് ചെയ്യും, എന്നെക്കാളും കൺസേണാ. പക്ഷേ ഞാൻ ലൈക്ക് ഗേൾ, വുമൺ, വാട്ട് എവർ, അതൊന്നും ബാക്കിയുള്ള ആൾക്കാരുടെ മൈൻഡിൽ അതില്ല. അവരുടെ ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ഒരു കുട്ടീനെ പോലെ എന്നെ കാണുന്നത്. എന്നെ ടേക്ക് കെയർ ചെയ്യാനുള്ള, പാമ്പർ ചെയ്യാനുള്ളൊരു തോട്ടാണ്. അത് ഐ എം എൻജോയിങ് ഇറ്റ്. ഇവിടെ വരുമ്പോൾ അത് അങ്ങനെയല്ല. എൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഫിലിം മേക്കിംഗ് ആണ്, ഡയറക്ഷനാണ് ഞാൻ നോക്കിക്കാണുന്നത്. അടുത്തത് തീർച്ചയായിട്ടും ഒരു ഡയറക്ടറൽ പരിപാടി തന്നെയാണ്. അത് ആ സമയമാകുമ്പം അനൗൺസ് ചെയ്യാമെന്നാണ്. കാരണം എങ്ങനെ റിവീൽ ചെയ്യാനായിട്ടില്ല. പക്ഷേ ഇൻഷാല്ലാ സൂൺ ഉണ്ടാവും. മലയാളത്തിലായിരിക്കില്ല എന്തായാലും, കാരണം തമിഴിലായിരിക്കും. അത് പറയാം ഇൻഷാല്ലാ. കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു UK പോയിട്ട് ഡയറക്ഷൻ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത്. എനിക്കങ്ങനെ ഡയറക്ഷൻ കോഴ്സ് പഠിക്കണം അങ്ങനത്തെ സംഭവമൊന്നുമില്ല. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് വന്നത്, ഞാൻ സിനിമകൾ തന്നെ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ല എന്നുള്ളത് രണ്ടാമത്താണ്. അതിനൊക്കെ മുൻപ് ഒരുവൻ, വാസ്തവം, ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പടങ്ങളുണ്ട്. ഇപ്പം എൽസമ്മൻ ആൺകുട്ടീൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ഞാൻ ഈ അടുത്ത് യൂട്യൂബിൽ കണ്ടപ്പോഴും അതിനകത്ത് ഞാൻ പറയുന്നത് എനിക്ക് ഡയറക്ടർ ആവണം എന്നൊക്കെയാണ്. അപ്പം ഞാൻ കൂടുതലും, എനിക്ക് ആക്ടേഴ്സുമായിട്ടുള്ള കമ്പനി കുറവാണ്, എനിക്ക് ടെക്നീഷ്യൻസാണ് കൂടുതൽ കമ്പനി. ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ ഈ പറയുന്ന മോണിറ്ററിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ആ പരിസരത്തും ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ അങ്ങനെ നോക്കി കാണുന്ന ആളാണ്. അതുകൊണ്ട് ഞാനൊരു 8 ഷോർട്ട് ഫിലിമോളം ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നമ്മൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പറയത്തില്ലേ, അതെനിക്കുണ്ട്. ബിക്കോസ് ഐ ഹാവ് ലൈക്ക് 30 ഫിലിം ഓഫ് എക്സ്പീരിയൻസ് വർക്ക് ചെയ്തിട്ടുള്ള. ഡയറക്ടോറിയൽ പാറ്റേൺ പറയുകയാണെങ്കിൽ ഐ ഡിഡ് എ ഫിലിം. ഞാനൊരു ഫീച്ചർ ഫിലിമും ചെയ്തിട്ടുണ്ട്, 8 ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്, ഞാൻ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് ഡയറക്ഷൻ പഠിക്കണം എന്നുള്ളതല്ല, എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ അത്ര നിങ്ങൾ കറിവേപ്പില പോലെ കളയേണ്ട ആളല്ല എന്ന് ഞാൻ പറയാൻ പാടില്ല. ബാക്കിയുള്ളവരും എന്തെങ്കിലും ഒരു ഷോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ മലയാളത്തിൽ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ദാറ്റ് ഗുഡ് ഹാർട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്നെ മലയാളത്തിൽ, എനിക്കറിയില്ല, മലയാളികൾക്ക് പൊതുവെ അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, പൊതുവേ ഉണ്ട്. എന്താണെന്നറിയില്ല. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസല്ലേ പറയാൻ പറ്റുമോ, എനിക്ക് പൊതുവെ അത് നമ്മളിങ്ങനെ ബ്ലണ്ടറായിട്ട് ജെൻഡർ ഷെയിം ചെയ്യണമൊന്നുമല്ല, സ്ത്രീ ആയതുകൊണ്ട് അതൊന്നും ഞാൻ പിടിക്കണില്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പോൾ ഒരു നയൻതാരയോ ദീപിക പദക്കണോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സാധനം നിങ്ങൾ കൊടുക്കില്ലേ, അത് സ്ത്രീൻ്റെ പുരുഷൻ്റെ അല്ല, അത് നിങ്ങൾ ഓൺ ചെയ്യുന്ന നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങൾ ഓൺ ചെയ്യുന്ന പവറിൻ്റെ ആണ്. അല്ല, ഇപ്പൊ നയൻതാര മാമക്കാണെങ്കിലും മലയാളത്തിൽ നല്ല കുറച്ചുകൂടെ അതാണ്. അതേപോലെ ആവട്ടെ തമിഴിലും അല്ലെങ്കിൽ മലയാളത്തിലും അതേപോലെ അവസരം കിട്ടി. ഇപ്പം നയൻതാര മാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് മലയാളി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് ആരും കൊടുത്തതല്ല, പുള്ളിക്കാരി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തേക്കണ ഒരു സ്പേസ് ആണത്. അതെങ്ങനെ നമ്മുടെ ലോകം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്.
നമ്മൾ എന്താ പറയാ, നമ്മൾ വെറുതെ എന്തൊക്കെയോ ബഹളം വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ അംഗീകരിക്കണമെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് വലിയ തത്വം പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കര വിന്നറായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ഇത്രയും കോടികളുടെ ആസ്തിയുണ്ട്, ഇത്രയും ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് ഔട്ട് ദർ ഒരു പ്രൂഫ് കൊടുത്തിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫെയിലർ ഉണ്ടായിരുന്നത്, എന്തായിരിക്കും ടിപ്സ് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിക്കെങ്കിലും ബുൾഷിറ്റ് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ഫെയിലിയർ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ബുൾഷിറ്റ് കേൾക്കാൻ ആളുകൾ ഉണ്ടാവും ആ സമയത്ത്. എൻ്റെ കയ്യിലൊരു പവർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഡസൻ മാറ്റർ. അപ്പൊ ആളുകൾ കേൾക്കോ കേൾക്കാതിരിക്കാൻ വേണ്ടിയല്ല പവർ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഒരു സെൽഫായിട്ട് നമുക്ക് തോന്നണ്ടേ നമ്മൾ ഗീവ് അപ്പ് ചെയ്യരുത്, നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. മറ്റുള്ളവർക്ക് കറിവേപ്പില ആയിരിക്കും, നമുക്കല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെയാണ് കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ശാലിനാണെങ്കിൽ ഞാൻ എത്ര വർഷമായി നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയറിന് മേലെ. എനിക്ക് 1 ഇയറിന് മേലെയായി. അപ്പം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ശാലിനെ പോലെ ഒരാള് എന്റെ അടുക്ക് വരണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വലിയ ഫേമസ് ആയിട്ട് ഒരാളാണെങ്കിൽ ഒറ്റ കോളിൽ ചിലപ്പോൾ വരുമായിരിക്കും. സിമിയുടെ കേസിൽ ഞാൻ വരാത്തതുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ ബൾബും എല്ലാം പീക്കിൽ നിൽക്കുന്ന ടൈമായിരുന്നു. എനിക്ക് ആ സമയത്ത് എന്താ പറയണ്ടത്, എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ പറയണ്ടല്ലോ, സംസാരിക്കണ്ടല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇപ്പം ഒരു കാര്യമുണ്ട് എനിക്ക് പറയാൻ. പക്ഷെ എനിക്ക് സിമി പറയുന്ന പോയിന്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇപ്പം ഒരാളെ ഇപ്പം സിമിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു സെലിബ്രേറ്റഡ് ഭയങ്കര കൊട്ടിഘോഷിക്കുന്ന ആങ്കർ ആണെങ്കിൽ അവർ പോലും വിളിക്കേണ്ട കാര്യമില്ല. പ്രൊഡക്ഷൻ അവിടെ നിന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ ഞാൻ എന്റെ ഷോസ് ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യണേ, ഞാൻ തന്നെയാണ് ഡയറക്റ്റ്. അതെ. കാരണം നമ്മൾ പേര് മെൻഷൻ ചെയ്ത് പറയണ്ട, പക്ഷെ എന്നാലും വി നോ ദ സോ കോൾഡ് സെലിബ്രേറ്റഡ് ആങ്കേഴ്സിലെ. എനിക്ക് അവിടുന്ന് കോൾസ് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ അറ്റ് എ ടൈം എല്ലാം ഒന്നും ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു. ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. പക്ഷെ ബിക്കോസ് ഓഫ് യുവർ എന്താ പറയുക, 1 വർഷമായിട്ട് എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് എന്നെ അവർ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഐ ആം ഗിവിങ് യു ആൻ ഇന്റർവ്യൂ ഡെഫിനറ്റ്ലി. പക്ഷെ എനിക്ക് ആ പോയിന്റ് മനസ്സിലാവുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നുന്നത്. എന്താ ഞാൻ ഇവിടെ എന്താ തെറ്റ് ചെയ്യുന്നത്? ഞാൻ കണ്ടെടുത്തോളം നിങ്ങളുടെ ഒരു ശ്രമം വളരെ ജെന്യൂൻ ആണ്, കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് ഇത് കീ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇടുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഗസ്റ്റിനെ കംഫർട്ട് ആക്കുക. ഇതൊക്കെ തന്നെയല്ലേ നമ്മളൊരു ബേസിക് ഇന്റർവ്യൂറിന് വേണ്ടെന്ന് വിചാരിക്കും. ദെൻ വാട്ട് ഈസ് ലാക്കിംഗ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഇതാണ് ഇത് എനിക്ക് മനസ്സിലാവാത്തത്. രക്ഷപ്പെടുമായിരിക്കും അല്ലേ? രക്ഷപ്പെടും. മറ്റേ ലാലേട്ടൻ പറയുന്ന ഇത് പറയാം, എന്താണ് ദാസ് നമുക്ക് പണ്ട് ഈ ഐഡിയ തോന്നാത്തതെന്ന് പറയുന്നത് പോലെ നമുക്ക് അപ്പൊ ഒരു ഇന്റർവ്യൂ കൊടുക്കാം. പക്ഷെ ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു ഇതൊക്കെ വെച്ചു എന്നൊക്കെ പറയണം. ഇന്റർവ്യൂയിലൂടെ 2 അത്ഭുതങ്ങളാണ് സംഭവിക്കേണ്ടത്. ചാനൽ മലയാളത്തിൽ ഇന്ന് എന്തെങ്കിലും ഒരു കോൾസ് വരണം, അല്ലെങ്കിൽ എന്റെ ഈ ഇന്റർവ്യൂ, അല്ലെങ്കിൽ അല്ല 2 സംഭവിക്കണം, എന്റെ ഇന്റർവ്യൂ വൈറലാണ്. സിമിയുടെ കാര്യം 200% കൺഫേം ആണ്. എന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ ഗ്യാരണ്ടി ആരെങ്കിലും വിളിക്കും, ആരെങ്കിലും വിളിക്കും, ഉറപ്പാ. അങ്ങനെ വിചാരിക്കാം. ഇപ്പൊ ഇതുവരെ കുറെ ചെയ്തു വെച്ചിട്ടുണ്ടോ ക്യാരക്ടേഴ്സ്? അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? ഏതിനോടാ കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട്? ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ദീപാറാണി, പിന്നെ എന്താ പറയാ അലോന കുടുംബയോഗത്തിലെ. ഞാൻ എന്താ പറയുക, ഭയങ്കര വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ പേരടിച്ച് നോക്കും. അപ്പം ഈ പറയുന്ന പോലെ യൂട്യൂബിലൊക്കെ ഉള്ള ആക്ടിങ് ഓട്ടോഗ്രാഫിൻ്റെ ആണ് അധികം വരിക, എഡിറ്റഡ് വ്യൂസൊക്കെ വരും. എനിക്കിപ്പം ഞാൻ ആ ഓട്ടോഗ്രാഫിൽ അഭിനയിക്കുമ്പം ഞാൻ 12 വയസ്സുള്ളൂ. ഒരു 5th 6th 7th പ്രായത്തിലാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തത്, ഇത്രയും സീരിയസ് ആയിട്ടുള്ള. അപ്പം അത് പറഞ്ഞുകൊണ്ടുള്ള കമൻസ് ഒക്കെ ഞാൻ വായിക്കും. ഞാൻ ഇപ്പോഴും ദീപാറാണിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, എനിക്ക് സിനിമയിൽ തമിഴിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നെ നായികയായിട്ട് വിളിച്ചിട്ട് തമിഴിൽ നിന്നാണ്. മലയാളത്തിൽ നിന്ന് എന്നെ നായികയായിട്ട് ഒരു കോൾ പോലും വന്നിട്ടില്ല എനിക്ക്. കണ്ണകി ആണെങ്കിലും നല്ല ക്യാരക്ടറാണ്, എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളത്. ഞാൻ 2 തവണ കണ്ടു. ആദ്യത്തെ തവണ ഞാൻ കണ്ടിട്ട് എനിക്ക് തമിഴ് മനസ്സിലാക്കാൻ കുറച്ച് വേർഡ്സ് അതിനകത്തുണ്ടല്ലോ. അപ്പം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ക്ലൈമാക്സ് എനിക്ക് പിടികിട്ടി. വീണ്ടും ഒന്നുകൂടെ കണ്ടു. 2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയം തൊട്ടാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനൊരു വേഷം തന്നത് തമിഴ്ന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു ചോദിച്ചപ്പോൾ മലയാളത്തിലെ ഏതൊരു പടം കണ്ടിട്ടെന്ന്. അപ്പൊ മലയാളത്തിലെ പടം കണ്ടിട്ട് ഇവിടുന്ന് വിളിക്കാത്ത എനിക്കറിയില്ല, താല്പര്യം ഉണ്ടാവില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെന്നെ ഇഷ്ടമില്ലാത്ത നോക്കാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചില സമയത്ത് വിഷമം വരും. ഇപ്പം നമ്മൾ നെപ്പോട്ടിസം ഒന്നും പറയുന്നതല്ല, പക്ഷെ സ്റ്റിൽ ഇങ്ങനെ ആരുടെങ്കിലുമൊക്കെ
ചിറ്റമ്മയുടെ കുഞ്ഞമ്മയുടെ വകയിലുള്ളൊരു സൈഡിൽ പോയി വീട്ടെടുത്ത് താമസിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ലാതെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയണേ. എനിക്കൊരു ഇപ്പം തന്നെ ഒരു വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. എനിക്ക് ആരുടെ പേര് പറയാൻ താല്പര്യമില്ല. പക്ഷെ അവരുടെ അമ്മയും ഞാനൊക്കെ നല്ല ക്ലോസ് ആയിരുന്നു. അപ്പോൾ ആ ആൻറ്റിക്ക് ഷീ വാണ്ടഡ് ടു ആ മകള് വരണം എന്നുണ്ടായിരുന്നു സിനിമയിൽ. അപ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ എന്താ ചെയ്യുക, ഏത് ആർട്ടിസ്റ്റിന്റെ മകൾ. ഇപ്പോൾ വളരെ സെലിബ്രേറ്റഡ് ആക്ട്രസ് ആണ്. വെരി ഹാപ്പി, വെരി ടാലൻറ്റഡ്. അപ്പം ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ. അപ്പം ഞാൻ ഇവർ ഇത്രയും വലിയ ആളുടെ മക്കളല്ലേ, അപ്പോൾ എന്തിനാ ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ വേറൊരു കുട്ടിയുണ്ട് ഇതുപോലെ ഒരു ചിറ്റമ്മയുടെ വകയിലൊരു കുട്ടിയായിട്ട് വരും. അവർക്ക് പറഞ്ഞ പോലെ ഒരു വനിതയുടെ തോന്നുന്നു മാഗസിൻ കവർ പേജിൽ വന്നു. അപ്പം ആ കുട്ടി ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ അതിന് കിട്ടിയപ്പം ഇവിടെ ഇത്രയും ഒരു നെപ്പോട്ടിസം ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ലേ എന്ന് വെച്ചപ്പോൾ പക്ഷെ ഞങ്ങൾ അത് ചോദിക്കുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ അവരത് പറഞ്ഞു. അപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത് ശരിയാ, ഇതിനെ ഒരു കവർ പേജ് പോലത്തെ ഒരു സംഭവത്തിന് വിളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സക്സസ് അല്ലെങ്കിൽ ഇവർ ഒരു സിനിമയും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആ കുട്ടീൻ്റെ കവർ പേജ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇപ്പുറത്ത് വന്നിട്ടില്ല. ഇതൊരു സിംഗിൾ കവർ പേജ്. ഇവിടെ ഇപ്പോൾ അവള് പടമൊക്കെ ചെയ്തിട്ട് പിന്നെ അവൾക്ക് ഓർഗാനിക്കലി കിട്ടി, അതും വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഐ ഡോണ്ട് നോ, ഞാനിപ്പോൾ ആരുമായിട്ട് വലിയ കോൺടാക്ട്സ് ഒന്നുമില്ല. അപ്പം ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ തീരെ കാണാത്ത എന്താ ഈ വനിതയുടെ ഒന്നും ഈ കവർപ്പിക്കാവാനുള്ള ആ ഒരു പരിപാടിയിലോട്ട് ഞാൻ എത്തിയിട്ടില്ലേ. ഉണ്ടാവില്ലായിരിക്കും, അറിയില്ല. പക്ഷെ ആ സമയത്ത് അപ്പുറത്ത് നമ്മുടെ ഒരു സ്റ്റേറ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ട് സൈഡിൽ നിന്ന് പിടിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയില്ല നമ്മുടെ ലെക്ക് എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഏരിയ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയില്ല. നമ്മൾ നമ്മുടെ നാട്, നമ്മുടെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷനും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് നമ്മളെ വേണ്ടെങ്കിൽ എന്താ ചെയ്യുക? അല്ലേ, നമുക്ക് അറ്റ് എൻഡ് ഓഫ് ദി സർവൈവ് വേണ്ടേ? അല്ലേ, നമുക്ക് EMI അടയ്ക്കണം, റെന്റ് അടയ്ക്കണം, സ്വിഗ്ഗിക്ക് പോലും പൈസ കൊടുക്കണം. അല്ലേ, ഈ സർവൈവൽ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ ഷോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് സാലറി ബേസിസിലാണ്. അല്ലേ, ഇപ്പം ഇവർ പറയുന്നുണ്ട് ഈ കുട്ടി എന്താ ഈ ഇവിടെ പോയിട്ട് എന്താ കാണിക്കുന്നത്. എടോ ഇതെൻ്റെ ജോലിയാണോ? സിമ്പിൾ. അവിടെ ഇപ്പം ഞാനിപ്പോൾ ഈ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ തന്നെ ഞാൻ കുറച്ച് നേരം മിണ്ടാതിരുന്ന ഡയറക്ടറൊക്കെ ടെൻഷനായിട്ട് വന്ന് ചോദിക്കും സോ എന്ത് പറ്റും, ഓക്കെ അല്ലേ എന്ന്. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞാൻ ഇവിടെ ഒന്നും പക്ഷെ മിണ്ടാതിരിക്കാൻ പാടില്ലടോ എന്ന് ഞാൻ ചോദിക്കുക. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ ഗോലക്കി ഹാപ്പി പേഴ്സൺ ആണ്, അങ്ങനെയാണ് എന്നെ അറിയുന്നത്. അപ്പം ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ അലോഡല്ല. ഇപ്പം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ഇത് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഇതിനാണ് എനിക്ക് ശമ്പളം തരുന്നത്. ഒന്ന് ആലോചിക്കുക, ഒരു സംഭവം ഒന്ന് ആലോചിക്കുക. എനിക്കാണെങ്കിൽ ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഷോസ് ചെയ്യുന്നു. മേ ബി ആഫ്റ്റർ ദിസ് ഐ വിൽ സ്റ്റോപ്പ് ആൻഡ് മേ ബി ഫോക്കസ് ഓൺ ഡയറക്ഷൻ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ രാവിലെ എണീച്ചിട്ട് ഓഫീസിൽ ഒരു ജോലി ചെയ്യുന്നത് പോലത്തെ ഒരു ജോലിയാണ് എനിക്കും ഈ പറയുന്നത് പോലെ ഇതിന് നിങ്ങൾ ഇവിടെ വീട്ടിൽ കുത്തിരുന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ രാവിലെ ഒരു എന്തെങ്കിലും ഒരു പണിക്ക് പോവുക, അത് നല്ലതല്ല നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ നിങ്ങൾ അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വഴക്ക് പറയത്തില്ലേ? ഇത് തന്നെയല്ലേ നമുക്കുണ്ടാവുക. അല്ലേ, ഞാൻ ഇത് പറയില്ല, എനിക്ക് ആ ഒരു വിഷമായിട്ട് പറയാണ്. എനിക്കൊന്ന് ശരിക്കും സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട്, നന്നായിട്ട് നേരിടുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ വിഷമവും ഉണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അഡ്രസ്സ് ചെയ്യാനും ചിലർ പറയും ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കതൊന്നും അറിയത്തില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുക, എനിക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ കണ്ടന്റിന് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുക, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അത് കാരണം എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ള എന്തോ ഒരു പരിപാടി കണ്ടിട്ട്, അതായത് സംസാരത്തിലെ പ്രശ്നമോ അല്ലെങ്കിൽ സ്പോർട്ടിൽ എന്തെങ്കിലും കൗണ്ടർ വരുന്നതിലുള്ള എന്തോ ഒരു ടാലന്റ് കണ്ടിട്ട് വേറൊരു ടീം അത് ആഘോഷിക്കുകയാണെങ്കിൽ ആഘോഷിക്കട്ടെ, അതിന് അവരെനിക്ക് പേ ചെയ്യുന്നു. ഓക്കെ, എനിക്ക് സമ്മാനിച്ചു പോകാനുള്ള അൽഹംദുലില്ലാ ഓക്കെ ഉണ്ട്. ഇത് വല്ലാത്തൊരു പരിപാടി. എനിക്ക് അറിയത്തില്ല എങ്ങനെയത് പറഞ്ഞത്. ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനൊരു ഒരു സ്പേസിൽ വരുന്നു, ഇങ്ങനെ സെലിബ്രേറ്റ്. അപ്പം ഈ ആളുകൾ വന്നിട്ട് ആ സ്നേഹം കാണിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് സന്തോഷം വരിക. ഓക്കെ, അവസരങ്ങൾ കിട്ടണം. മലയാളത്തിൽ കൂടെ അഭിനയിച്ചാൽ എനിക്കൊന്ന് ചാക്കോച്ചൻ്റെ ഒപ്പം ഒന്നിൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. 3 പടം ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അദ്ദേഹമാണോ അതോ ഏറ്റവും ഇഷ്ടമുള്ള കൂടെ അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആരോടെ ആയിരിക്കും? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആരും അങ്ങനെ എന്നിട്ട് ഭയങ്കര കീപ്പ് ഇൻ ടച്ച് ഒന്നും വെച്ചിട്ടില്ല. കാണുമ്പോൾ ഹായ് ബൈ ഒക്കെ, പിന്നെയുള്ള കാണുമ്പോഴത്തേ ഇവർക്ക് എന്നെ ഓർമ്മ പോലും ഇല്ല. അങ്ങനത്തെ ഒക്കെ ചാക്കോച്ചൻ അങ്ങനെ പറയല്ല ജനറലി. പക്ഷെ എനിക്ക് പൊതുവെ വിഷമമാണ്. ഇപ്പം നമ്മൾ ഭയങ്കര കമ്പനി ആയിരിക്കും, കമ്പനി എന്ന് പറഞ്ഞൊരു രക്ഷയില്ലാത്ത കമ്പനി ആയിരിക്കും. പക്ഷെ പിന്നെ ഒരു സദസ്സിൽ വെച്ച് കാണുമ്പോഴത്തേനും എനിക്ക് സത്യസന്ധമായിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സിനിമയാണ്, നമ്മൾ ഇങ്ങനെയും വരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ നല്ല രീതിയിൽ പീക്കിൽ നിന്ന സമയത്ത് എന്നെ പബ്ലിക്കിൽ കണ്ടിട്ട് ഹഗ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഇവരുണ്ട്. അതേ സമയത്ത് എനിക്കൊരു സിനിമ ഇല്ലാണ്ട് ആർക്കും മൈൻഡില്ല. ആ സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല, ഇങ്ങനെ ഈ ഭയങ്കര വിഷമമായി.
പിന്നെ ഏതൊരു പടം ക്ലിക്കായി വന്നപ്പോഴത്തേനും വീണ്ടും ഓ ശാലിൻ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എനിക്ക് പോകെ പോകെ നമുക്ക് വിഷമായി. ഈ ആളുകൾ നമ്മളോടുള്ള സ്നേഹം കാണും നമ്മുടെ സ്ഥാനം നോക്കിയിട്ടാണോ എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പം കുട്ടി എന്താ ചെയ്യുന്നത്, ഇപ്പം ട്രെൻഡിങ് ആണ്, ഓക്കെ. പണ്ടെങ്ങാണ്ടൊരു മല്ലു സിംഗ് ചെയ്തു, അതിനകത്ത് എന്തോ ഒരു അനിയത്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര കാലം, അത് കഴിഞ്ഞിട്ടുണ്ട് 10-12 വർഷമായി. അപ്പം ഇതിന് നമുക്ക് അങ്ങനെ ഓടാൻ പറ്റത്തില്ല പെട്രോളിലും, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് ഇപ്പം എത്ര പരിചയമുള്ള ആളാണെങ്കിലും പോയി ഇത് ചമ്മല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ എല്ലാവരും അങ്ങനെ ആവണം നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അത് ആക്സെപ്റ്റ് വിഷമിച്ചിട്ടുണ്ട്, കുറേ വിഷമിച്ചിട്ടുണ്ട്. എന്താ മൈൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇഷ്ടമല്ലേ, എന്താ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത്, അതായത് എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണോ എന്താ എനിക്ക് മനസ്സിലാവണില്ല. അപ്പം പിന്നെ മനസ്സിലായി പെട്ടെന്ന് ഈ പറയുന്ന ഈ സെൻസേഷൻ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഈ പരിചയമില്ലാത്തവരൊക്കെ നമ്പർ തപ്പി പിടിച്ച് വിളിക്കാൻ തുടങ്ങി. അത് വേറെ കാര്യം. അപ്പം ഇത് സമൂഹം അങ്ങനെ, നമുക്ക് സമൂഹത്തിന് നന്നാക്കാനൊന്നും പറ്റത്തില്ല. നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരാളോട് ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഇത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പേര് ഇങ്ങനെ ഒരാളുടെയും പറയാനില്ല. അതാണ് ഹോണസ്റ്റ് ആൻസർ. ഇപ്പം വാസനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു റിലേഷൻ ഒന്നും ഇല്ലെന്ന് ചുമ്മാ റിയൽ ലൈഫില് അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടോ? എനിക്കില്ല. ഇങ്ങനത്തെ പ്രണയം അല്ലാത്ത നേരെ ചൊവ്വയുള്ള അനുഗ്രഹത്തിൽ തന്നെ തലയ്ക്കും വിലക്കും അടിയിട്ടപ്പോൾ പ്രണയിക്കാനുള്ള ധൈര്യമൊക്കെ പോയി. എനിക്ക് തോന്നില്ല എനിക്കിനി ഒരു ആയ കാലത്ത് പ്രേമിക്കണമെന്ന് പറഞ്ഞ പോലെ. എനിക്ക് മറ്റേ നമ്പറൊന്നും അറിയത്തില്ല എങ്ങനെയാ. എനിക്കാണ് പാതി പേരും വിചാരിച്ചു വെച്ചേക്കുന്നത് എനിക്ക് എന്തോ ബോയ് ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി കമ്മിറ്റഡാ എന്നാ വിചാരിച്ചു വെച്ചേക്കുന്നത് തോന്നുന്നു. പിന്നെ എനിക്കൊരു മറ്റേ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് വെച്ചാൽ അങ്ങനെയെങ്കിലും 4 ആൾ ഒരിക്കട്ടെ എന്നെ പ്രേമിക്കാൻ ആരുണ്ടോ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ റിയാലിറ്റി ഇസ് ലൈക്ക് എന്നെ കൊണ്ട് നടപടി ആയില്ല. ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുവോ? ഞാൻ റീലൊക്കെ ഇട്ടിട്ട് വൺ ഷോ ഓഫ് ആയിരിക്കില്ലേ, എന്താ ചെയ്യാ. അതുകൊണ്ടാണ്. പക്ഷെ ഇനിയിപ്പോ ഇത്രയും പ്രായമായ സ്ഥിതിക്ക് ഇനി എനിക്കിപ്പോ പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയാൻ കൊള്ളാം, പക്ഷെ അങ്ങനൊന്നും അല്ല. റിയാലിറ്റി വരുമ്പോഴത്തേനും ഇച്ചിരി കുറച്ച് കണ്ണിങ് ഒക്കെ ആയിരിക്കണം. പ്രണയമൊക്കെ ചെയ്ത് ആ പ്രണയിക്കുന്ന ആളൊക്കെ പിടിച്ച് ലോക്ക് ചെയ്ത് കെട്ടി, അത് നമുക്കൊന്നും അറിയത്തില്ല, ടെക്നിക്കൊന്നും അറിയത്തില്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഫ്രീ ആയിട്ട് വിടണം എന്നുള്ളതാണല്ലോ. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഇതെന്ത് സിറ്റുവേഷൻഷിപ്പോ ബെഞ്ചിങ്ങോ ഇതൊക്കെ ഞാൻ ഏതാവൊക്കെ ബെഞ്ചിങ് കുട്ടിക്കെല്ലാം അറിയാം. അതെ അതെ, ഞാൻ അപ്ഡേറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. ആണോ? ശരി. അപ്പൊ എന്താ പറയുക, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഇരുന്നാലല്ലേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അതെ. അതായത് ഈ ഫീൽഡിൽ നിൽക്കുമ്പോ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണല്ലേ. ഞാനൊക്കെ കിടുകിടാ വിറയ്ക്കും. ഈ ബെഞ്ചിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെഞ്ച് എടുത്ത് കൊടുക്കും. അല്ലാണ്ട് എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അതായത് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ചിലപ്പം സക്സസ് ആകാം, ആകാതിരിക്കാനുള്ള സാധ്യത. അതെല്ലാം അങ്ങനെയല്ലേ, മഴ പെയ്യാനും പെയ്യാതിരിക്കുന്ന സാധ്യത. അയാൾ പോയാലും വേറൊരാൾ വേണമല്ലോ. അപ്പൊ സൈഡായിട്ട് മറ്റടുത്ത പരിപാടി അതൊന്നും ഇത് ഉണ്ടാക്കിയ ആൾക്കാരോട് പറയാം. നോട്ട് ആക്സെപ്റ്റബിൾ. ബെഞ്ചിങ് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അതൊന്നും മതി. എനിക്ക് മറ്റേ സാധനമാണ് ഇത് എന്താണ് ഒരു പാട്ടുണ്ടല്ലോ, ഒരു തമിഴിലൊരു പാട്ടുണ്ടല്ലോ, നീ ഞാൻ വാഴ്വതും വിടകൊണ്ട് പോവതും ഉൻ വാർത്തയിൽ ഇരിപ്പിനടി എന്ന് പറഞ്ഞ ലോജിക്കാണ് എനിക്ക്. ഇങ്ങനെയൊക്കെ നശിപ്പിച്ച് കളയാൻ പറ്റും എനിക്ക്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. അതുകൊണ്ട് ഈ മറ്റേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നത് പ്രണയം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയേണ്ട ടൈപ്പാണ് ഞാൻ. ചിന്തിച്ചിട്ടില്ലേ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്തോടോ എങ്ങനെയായിരുന്നു? കൺസെപ്റ്റ് ഒന്നുമില്ല. അതായത് സിനിമകൾ കാണുമല്ലോ നമ്മൾ, ഓരോ സിനിമ കാണുമ്പോഴത്തേന് അതിനകത്ത് മറ്റേ എസ്പെഷ്യലി ഞാനും റൗഡിദാനിലൊക്കെ മറ്റേ വിജയ് സേതുപതി നയൻതാരയ്ക്ക് ഞാൻ ഇരിക്ക് ഉനക്കാകെന്ന് പറയുമ്പോഴാണ് കണ്ണിനൊക്കെ തുടച്ചിട്ട് ബാക്കി കാണാം. അല്ലാണ്ട് എനിക്കിങ്ങനെ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനൊന്നും അറിയില്ല. അതായത് ഇത്ര ഹൈറ്റ് വേണം, ഇങ്ങനെ വേണം, എൻ്റെ ഇങ്ങനെ നോക്കണം. ചില ആൾക്കാർ പറയുന്നേക്കാം എന്തായത് എൻ്റെ എക്സ്പെൻസ് 50-50 ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെ പ്രണയത്തിൽ വർക്കാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്കറിയില്ല. ഞാൻ മറ്റേ ചിലപ്പം നൂറ്റാണ്ടുകളിൽ ശേഷം കിട്ടാത്ത ആളായിരിക്കാം, വണ്ടി കിട്ടാത്ത ആളായിരിക്കാം. പക്ഷെ എനിക്കിങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു സാധനമൊക്കെ വരച്ചിട്ട് മറ്റേ എക്സ്പെൻസ് ഇത്ര ഇങ്ങനെ, പിന്നെ നമ്മുടെ ബില്ല് മറ്റേ ഡൈവോഴ്സ് ആയാലും അലുമണിയുടെ പരിപാടി ഇങ്ങനെ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ ഈ മറ്റേ ഒരു കുഞ്ഞു പൂവിൻ്റെ മറ്റേ തണുത്തതാവാത്താന് ആ ഹൈവാണ് എൻ്റെത്. അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ തന്നെ പേടിയാ, വയ്യ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വരട്ടെ, നല്ലൊരു സക്സസിൽ എത്തട്ടെ, ആ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കട്ടെ.
ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ ഉണ്ട് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എനിക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ, ഏതെങ്കിലും ഒരു പുതിയ ആള് ട്രെൻഡ് ആകുമ്പോഴത്തേനും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവളോട് പറഞ്ഞായിരുന്നു കേട്ടോ. റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കാണല്ലോ. റെക്കോർഡ് എവറിത്തിങ് ഇസ് റെക്കോർഡ്. അതെ, മഞ്ഞ മഞ്ഞ ബൾബുകൾ എനിക്കറിയാം. അങ്ങനെയല്ല, വെരി സൂൺ എന്റെ കരുന്നാക്കോ കരുതാക്കണ്ടോ? ഉണ്ട്. മോളെ നല്ല കാര്യത്തിൽ തന്നെയല്ലേ പറഞ്ഞു. നല്ല കാര്യം തന്നെ, കൂടത്തെ ഞാനുണ്ട്. അതെ അതെ, നമ്മൾ രണ്ടുപേരും സിനിമ നടിയായിട്ടിരിക്കുന്നത് ഞാൻ അത്യാവശ്യം. ഏത് ഇന്റർവ്യൂവർ ഇഷ്ടം? ലൈക്ക് എനിക്ക് ഓപ്ര അങ്ങനെയൊക്കെയാണോ? അങ്ങനെ വലിയ ഇല്ല. എനിക്ക് മനീഷേട്ടന്റെ ഇന്റർവ്യൂസ് ഇഷ്ടമാണ്. ക്യൂയിലെ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. രേഖാമേനോന്റെ ഇന്റർവ്യൂസ് ഇഷ്ടമാണ്. പേളിമാണിയുടെ വലിയൊരു ഫാനാണ് ഞാൻ. പേളിശേഷിയുടെ ഇന്റർവ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പേളിമാണി അപ്പം അവരുടെയൊക്കെ ഇന്റർവ്യൂസ് എനിക്ക് ഇഷ്ടമാണ്. മിസ് ചെയ്യാതെ അവരുടെ എല്ലാവരുടെയും ഇന്റർവ്യൂസ് ഞാൻ കാണും. എത്ര തിരക്കുണ്ടെങ്കിലും. യു വാണ്ട് ടു ബി ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ഷോ ഒക്കെ ചെയ്യാൻ, അങ്ങനെയാണോ? ഷോ ഒക്കെ ചെയ്യാൻ സിഗ്നേച്ചർ ആങ്കർ ആവാനാണ് ആഗ്രഹം. എങ്കിലും കുറേ അധികം നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് സംസാരിക്കാം. ഇവൻ ക്യാമറ ഓഫ് ദ ക്യാമറയിലും ക്യാമറയിലും ഒരുപാട് സക്സസ് ഉണ്ടാകും. താങ്ക് യു സോ മച്ച്.